ചങ്ങായിമാർ ഇന്നത്തെ ദിവസം ഉണ്ടല്ല മുസ്ലിം ലീഗിനെ കുറിച്ച് 2 വാക്ക് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഞാനുണ്ടല്ല ഒരു മനുഷ്യനല്ലാതായി പോകും. ഞാനും വിശകലിയും സംഖ്യകളൊക്കെ ഉണ്ടല്ല അവർ തമ്മിൽ യാതൊരു വ്യത്യാസം ഇല്ലാതായി പോകും. എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗുകാരെ കാണുമ്പോ കുരുവട്ടുന്ന, മുസ്ലിം ലീഗിന്റെ കൊടി കാണുമ്പോ അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് തോന്നുന്ന, മുസ്ലിം ലീഗിന്റെ പേരിൽ മുസ്ലിം വർഗീയത ഉണ്ടെന്ന് പറയുന്ന കുറെ കുരുവട്ടി സംഖ്യകളില്ലേ, ആ കുരുവട്ടിയ സംഖ്യകളോടാണ് ഇന്ന് മുസ്ലിം ലീഗ് കൊടുത്ത 51 വീടുകളില്ലേ, ആ 51 വീടുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് ഗണപതി ഹോമത്തിന്റെ ശബ്ദവും അതിന്റെ മണിയടിയും പിന്നെ നിലവിളക്കിന്റെ വെളിച്ചില്ലേ, അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടതും ഏറ്റവും കൂടുതൽ ഉയർന്നു കണ്ടതും. ആ മനുഷ്യത്വത്തിന്റെ പ്രകാശം, ആ നന്മയുടെ പ്രകാശം ഉണ്ടല്ല സംഖ്യകളെ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. എന്തായാലും മനസ്സിൽ മുസ്ലിം വിരോധവും വർഗീയതയും മാത്രം കൊണ്ടുനടക്കുന്ന സംഖ്യകളില്ലേ, അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കാണണം. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല, എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്കുണ്ടല്ല യഥാർത്ഥ ഹിന്ദുവിനെ സന്തോഷം കാണണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. കേരള സ്റ്റോറി എന്ന് കുറച്ചേറെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നൊരു യഥാർത്ഥ കേരള സ്റ്റോറിയെ കുറിച്ച് പറയാം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ദ റിയൽ കേരള സ്റ്റോറി. വയനാട്ടിൽ നടന്ന അതിമനോഹരമായ ഗൃഹപ്രവേശന ചടങ്ങാണിത്. 1ഉം 2ഉമല്ല 51 വീടുകൾ. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്ക് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി നിർമ്മിച്ചു നൽകിയ വീടുകൾ. ഗണപതി ഹോമം നമ്മളതായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളായിരുന്നു. 6 മണി to 7 മണി വരെ നമ്മൾ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം നമുക്ക് 4 മണിക്ക് 51 കുടുംബം കൂടിയിട്ട് ചെയ്യുന്നൊരു പരിപാടി. ജാതിയും മതവും നോക്കിയല്ല ഈ വീടുകൾ നൽകിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് നൽകിയ വീടുകളിൽ തിളച്ചു തൂവുന്ന പാലും ഗണപതി ഹോമത്തിന്റെ മണവുമുള്ള കാഴ്ചകൾ. കർമ്മം കൊണ്ട് വാക്ക് പാലിച്ച പ്രസ്ഥാനം, അതാണ് മുസ്ലിം ലീഗ്. 105 വീടുകളാണ് ലീഗ് പ്രഖ്യാപിച്ചത്. അതിൽ 51 മുഴുവൻ ഫേണിഷ് ചെയ്ത് 1 മാസത്തേക്കുള്ള ഭക്ഷണ കിറ്റടക്കം നൽകിയാണ് ലീഗ് മടങ്ങുന്നത്. കേരളത്തിന്റെ മതേതര മണ്ണിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെച്ച ദൃഢതയുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റാണിത്. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഈ വീട് തന്നെയാണല്ലോ ജീവിതാവസാനം വരെ ഉണ്ടാവേണ്ടത്. മനുഷ്യന്റെ കണ്ണീരൊപ്പുന്ന രാഷ്ട്രീയത്തിന്റെ പേര് കൂടിയാണ് ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അങ്ങനെ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ വീടുകളിൽ ഓരോ കുടുംബങ്ങളായി താമസം തുടങ്ങുകയാണ്. ഇന്നലെ 2 കുടുംബങ്ങൾ താമസം തുടങ്ങി. ഇന്ന് ചുരൽമല വില്ലേജ് റോഡിലുള്ള വിനിമോളും കുടുംബവും ഈ ഒരു അവരുടെ വീടുകളിലേക്ക് താമസം മാറി, വാടക വീടുകളിൽ നിന്നൊക്കെ മാറി സ്വന്തമായി വീടെന്ന സ്വപ്നം അങ്ങനെ ഓരോ കുടുംബങ്ങളും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ചേച്ചി, അപ്പോൾ സ്വന്തമായി ഒരു വീട്ടിലേക്ക് മാറി, എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല, സന്തോഷം തന്നെയുള്ളൂ. ദുരന്തം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കഴിഞ്ഞ് ഇത്രയും കാലം വാടക വീടുകളിൽ സ്വന്തം വീട്ടിലേക്ക് മാറി, കുടുംബങ്ങളൊക്കെ മാറി. അപ്പോൾ എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഈ വീടുകൾ കൈമാറി. അതെ, എൻ്റെ വീട് പോയതിനേക്കാൾ നല്ലൊരു വീടാണ് എനിക്ക് നല്ല തന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് നമുക്കറിയില്ല. അത്രയും വലിയൊരു സഹായമാണ് അവർ ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അവരെ കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളേ ഉള്ളൂ. എന്താ വേണ്ടത് ഒക്കെ അവർ വിളിച്ച് ചോദിക്കും നമ്മളോട്, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇന്നിപ്പോൾ രാവിലെ നിങ്ങളുടേതായ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ 3 മണിക്ക് ഹോമം ചെയ്തു, പിന്നെ ഒരു 6 മണിയായപ്പോൾ പാലിയാച്ചി. ഇന്നിപ്പോൾ നാളെയാണ് നിങ്ങളുടെ ഔദ്യോഗിക പരിപാടി. അപ്പോൾ എല്ലാവരും വീണ്ടും മുണ്ടക്കൈ ചുരൽമല വില്ലേജുകൾ എല്ലാവരും ഇങ്ങോട്ട് വരികയാണ്. ആ ഒരു സന്തോഷം ഉണ്ടാവും. അവരൊക്കെ കണ്ടാൽ നല്ല സന്തോഷമാണ്. കുറേ ആയിട്ട് ഇപ്പോൾ അവരൊന്നും ആരും അങ്ങനെ അടുപ്പിച്ച് കാണുന്നില്ലല്ലോ. പല സ്ഥലത്തും പല ആൾക്കാരും എസ്റ്റേറ്റിൽ പണിയുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പുറത്താണ്. അതുകൊണ്ട് അവരെ നാളെ കാണാം. അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പഴയതുപോലെ ആ ഒരു സന്തോഷവും ആ ഒരു ഇതൊക്കെ തിരിച്ചു വരികയാണ്. പരിസരത്ത് നമ്മളെല്ലാവരും അറിയുന്നവരാണ്, നമ്മളെ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു വിഷമമല്ല, ദൂരമാണ് എന്നുള്ളൊരു വിഷമമില്ല. വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരുടെ വീടുകളിലേക്ക് മാറുകയാണ്. നാളെയാണ് ഇവരുടെ എല്ലാവരുടെയും ചേർന്നുകൊണ്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളൊക്കെ തന്നെ ഒരുക്കങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് 2ാം ഘട്ട വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഇവരുടേതായ ചടങ്ങുകളൊക്കെ നടത്തിയിട്ടാണ് ഈ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. അതിന്റെ ഒരു സന്തോഷമാണ് ഈ വീട്ടുകാരും പങ്കുവച്ചത്. ഈ പാവപ്പെട്ട ഹിന്ദുക്കളുടെ സന്തോഷം ഉണ്ടല്ല, ആ സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ടല്ല, ഇതൊക്കെ കാണുന്നത് വിശകലയുടെ ശിഷ്യന്മാരായ വർഗീയവാദികളില്ലേ, അവരൊക്കെയാണ്. നിങ്ങൾക്കല്ലേ അമ്പലപ്പറമ്പില് ക്രൈസ്തവ ഭക്തിഗാനം കേൾക്കുമ്പോഴും മുസ്ലിം ഭക്തിഗാനം കേൾക്കുമ്പോഴൊക്കെ വല്ലാതെ കുരുപൊട്ടുന്നത്. മുസ്ലിം പള്ളികളിൽ ഹിന്ദു ഭക്തിഗാനം പാടുമോ എന്ന് ചോദിച്ച വിശകലന്മാരെ നിങ്ങളൊക്കെ കേൾക്കേണ്ടത് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ നിന്നും ഉയർന്നതുണ്ടല്ല ഗണപതി ഹോമത്തിന്റെ ശബ്ദവും ഗണപതി ഹോമത്തിന്റെ മണിയടിയാണ്. അതിലും വലിയൊരു മറുപടി ഉണ്ടല്ല നിങ്ങളെപ്പോലെയുള്ള വർഗീയവാദികൾക്ക് നൽകാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിനോ മുസ്ലിം ലീഗിനോ ഇനി പറ്റില്ല. ഇതാണ് നിങ്ങളെപ്പോലുള്ള പച്ച വർഗീയവാദികൾക്ക് തരാനുള്ള മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും ഏറ്റവും വലിയ മറുപടി. സംഘികളെ, നിങ്ങൾ വർഗീയതയിലേക്ക് ചുരുങ്ങിയപ്പം മുസ്ലിം ലീഗ് ഉണ്ടല്ല മനുഷ്യത്വത്തിലേക്ക് വളർന്നു. ആ മനുഷ്യത്വത്തിലുണ്ടല്ല അവർക്ക് മതമില്ല, അവർക്ക് ജാതിയില്ല,
അവർക്കിടല്ല മനുഷ്യരെ മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്നുണ്ടല്ല കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി എന്ന ആ മനുഷ്യനെയാണ്. ഈ ഭവന നിർമ്മാണത്തിന്റെ പിന്നിൽ ഒരുപാട് പേരുണ്ടാവും. ആരൊക്കെ ഉണ്ടായാലും കുഞ്ഞാലിക്കുട്ടി ഇന്ന് സംസാരിച്ച് തീർക്കാൻ കഴിയാതെ ആ മനുഷ്യൻ കരഞ്ഞില്ലേ? ആ കരച്ചിലാണ് എന്റെ മനസ്സ് തട്ടിയത്. സംഘികളെ പോലുള്ള വർഗീയവാദികൾക്കുണ്ടല്ല ആ കരച്ചിലൊന്നും എവിടെയും തട്ടില്ല. പക്ഷെ മനുഷ്യത്വമുള്ള മനുഷ്യനുണ്ടല്ല അത് മനസ്സ് തട്ടും. എന്തായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ആ ചെറിയ വർത്താനം ഒന്ന് കേട്ടിട്ട് വന്നാലോ? നമ്മൾ അവരുടെ സന്തോഷം കണ്ടു. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം കടന്നു വന്നവരാണ്. പക്ഷെ ഇന്ന് നമ്മൾ അവരുടെ മുഖത്ത് കണ്ടത് ആനന്ദാശ്രമാണ്. അത്രയും ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിന് സംസ്ഥാനം കൂട്ടിയിരിക്കാൻ കഴിയും. മറ്റൊന്നുകൊണ്ടല്ല, ഇതിന്റെ അത്രയ്ക്കേറെ ഹൃദയം കൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയാണിത് എന്നുള്ളത്. ആ മനുഷ്യനുണ്ടല്ല അദ്ദേഹത്തിന്റെ സന്തോഷം ഉണ്ടല്ല പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിൽ പൂർത്തീകരിച്ച ആ സന്തോഷത്തിലുണ്ടല്ല അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു, കണ്ടം ഇടറിപ്പോകുന്നു. ഇതൊക്കെയാണ് മനസ്സിൽ നിന്ന് വരുന്ന വികാരം, മനസ്സിൽ നിന്ന് വരുന്ന മനുഷ്യത്വം. ഇതൊക്കെ മനുഷ്യരെ കൊണ്ട് മാത്രമേ പറ്റൂ. അതായത് സംഘികളെ കൊണ്ട് പറ്റില്ല, മനുഷ്യരെ കൊണ്ട് മാത്രമേ പറ്റൂ. നിങ്ങൾ നോക്കിക്കോ, നാളെ കഴിഞ്ഞാലുണ്ടല്ല സംഘികള് ഇതിന്റെ അകത്തേക്കും വർഗീയത കുത്തിക്കയറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംഭവമായിട്ട്, എന്തെങ്കിലും വൃത്തികെട്ട സംഭവമായിട്ട് വന്നിരിക്കും. ഞാനൊരു കാര്യം കേരളത്തിലെ വലതുവശത്തോടും ഇടതുവശത്തോടും ചോദിക്കട്ടെ. നിങ്ങൾ ഈ വയനാടിന്റെ പേരിൽ തർക്കിച്ചുകൊണ്ടേയിരിക്കുമ്പം ഒരു കൂട്ടര് അപ്പുറത്തുണ്ടല്ല കൈകെട്ടി നിൽക്കുന്നുണ്ട്. നിങ്ങളെ തർക്കം കണ്ട് കൈകെട്ടി ചിരിക്കുന്നുണ്ട്. ആ ചിരിക്കുന്ന ടീം ഏതാണെന്നറിയാം? സംഘപരിവാർ. ആ സംഘപരിവാറിനോട് ആരെങ്കിലും ചോദിച്ചോ ഈ വയനാടിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന്? അവിടെയുള്ള ഒരാൾക്ക് വേണ്ടെങ്കിലും ഇവരെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന്? ഒന്നും കൊടുത്തിട്ടില്ല. ഒരു മണ്ണാങ്കട്ടിയും കൊടുത്തില്ല. എന്തിന്? ഒരു ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന ഇവരുണ്ടല്ല, ഒരു ഹിന്ദുവിനെങ്കിലും അവിടെ സഹായിച്ചിട്ടുണ്ടോ? അവർക്ക് അതിനൊക്കെ എവിടെയാണ് സമയം? എല്ലാത്തിന്റെ അകത്തും വർഗീയത കുത്തിക്കറ്റാനല്ലാതെ അവർക്ക് ഒരാളെ സഹായിക്കാൻ വേണ്ടി, ഹിന്ദുവിനെ പോലും സഹായിക്കാൻ വേണ്ടി പറ്റൂല, സമയമില്ല. പക്ഷെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു ഹിന്ദുവിനെ ഒരു മുസൽമാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി അവർക്ക് പരമാവധി ശ്രമിക്കും. എന്ത് വില കൊടുത്തിട്ടും അത് തടയാൻ അവർ ശ്രമിക്കും. പക്ഷെ അവരുടെ തടയലുണ്ടല്ല കേരളത്തിൽ നടക്കൂല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുസ്ലിം ലീഗ് ഇന്ന് കൊടുത്ത 51 വീടുകളിൽ പല വീടുകളിലും ഗണപതി ഹോമത്തിന്റെയും മണിയടിയുടെയും നിലവിളക്കിന്റെയും പ്രകാശം. അതുകൊണ്ട് മുസ്ലിം ലീഗ് നിങ്ങളെ വർഗീയവാദികളായിട്ട് ഏറ്റവും വിളിച്ചിരിക്കുന്ന സംഖ്യക്ക് ഇതിലും വലിയൊരു മറുപടി നിങ്ങളെ കൊണ്ട് എനിക്ക് കൊടുക്കാനില്ല. അപ്പൊ ഒരിക്കൽ കൂടി മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിലെ എല്ലാ പ്രവർത്തകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല മനസ്സ് തട്ടിയുള്ള ഒരു നല്ല സുല.